തലസ്ഥാനത്ത് നിർധന കുടുംബത്തിന് വീട് വെച്ച് നൽകി സേവാഭാരതി. കഴക്കൂട്ടം സ്വദേശി രജനിക്കും കുടുംബത്തിനുമാണ് സ്വന്തം കിടപ്പാടമെന്ന മോഹം പൂവണിഞ്ഞത്. പാതി വഴിയിൽ നിലച്ചുപോയ വീട് നിർമ്മാണം സേവാഭാരതി ഏറ്റെടുത്ത് പൂർത്തിയാക്കുകയായിരുന്നു. 4 വർഷം മുൻപാണ് ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി രജനിയുടെ വീടിന്റെ നിർമ്മാണം ആരംഭിച്ചത്. അടിത്തറ കെട്ടിക്കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തിക സഹായം നിലച്ചു. രജനിയും 2 പെൺമക്കളും അടങ്ങുന്ന കുടുംബം വർഷങ്ങളോളം സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായില്ല. സ്വന്തം വീടെന്നത് സ്വപ്നം മാത്രമായി മാറിയ കുടുംബത്തിന് ഒടുവിൽ കൈത്താങ്ങായത് സേവാഭാരതിയാണ്. ആഘോഷമായി നാടൊന്നിച്ചായിരുന്നു രജനിയുടെ വീടിന്റെ ഗൃഹപ്രവേശന ചടങ്ങുകൾ. സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡി വിജയനും കഴക്കൂട്ടം യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കുമാറും ചേർന്നാണ് വീടിന്റെ താക്കോൽ രജനിക്ക് കൈമാറിയത്. ശ്രീമതി രജനിക്ക് ലഭ്യമായ ഭൂമിയിൽ അതിൻ്റെ മന്ദിര നിർമ്മാണം പൂർത്തീകരിച്ചത് സേവാഭാരതിയും കഴക്കൂട്ടത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും കൂടെ ചേർന്നാണ്. ആളുകൾ ഇങ്ങനെ കിടപ്പാടമില്ലാതെ, ഭൂമി ലഭ്യമാകാതെ, വീട് വയ്ക്കാൻ നിവൃത്തിയില്ലാതെ ഒരാൾ പോലും ശേഷിക്കരുത് എന്നുള്ള ഒരു സങ്കല്പം, ഒരു ലക്ഷ്യം നമ്മുടെ ഇവിടുത്തെ കാര്യകർത്താക്കൾക്കുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പലരിൽ നിന്നും സഹായങ്ങൾ സ്വീകരിച്ച് മാസങ്ങൾക്കുള്ളിലാണ് രജനിയുടെ വീടിന്റെ നിർമ്മാണം സേവാഭാരതിയുടെ കഴക്കൂട്ടം യൂണിറ്റ് പൂർത്തിയാക്കിയത്. ജനം, തിരുവനന്തപുരം.